എമ്മാനുവേൽ ക്രിസ്മസ് ഒരുക്ക ധ്യാനം 17-ാം ദിവസം ഡിസംബർ 17. മനുഷ്യാവതാരത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിനുള്ള അതുല്യ പങ്ക്. ഇതാണ് ഇന്നത്തെ ധ്യാന വിഷയം. വിശുദ്ധ പോൾ ആറാമൻ പാപ്പ ഇപ്രകാരം പറയുന്നു: മനുഷ്യ അവതാര രഹസ്യത്തിനും അതിൻ്റെ വിമോചന ലക്ഷ്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ത്യാഗബലിയായി മാറ്റിക്കൊണ്ടാണ് വിശുദ്ധ യൗസേപ്പ് തൻ്റെ പിതൃത്വം മൂർത്തമായി പ്രകാശിപ്പിച്ചത്. സഭാപിതാക്കന്മാരുടെ വീക്ഷണത്തിൽ യൗസേപ്പിതാവ് മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ ഒരു സാക്ഷിയോ സഹകാരിയോ മാത്രമല്ല, പ്രത്യുത അവിഭാജ്യ ഘടകമാണ്. പരിശുദ്ധ മറിയത്തെപ്പോലെ മനുഷ്യ അവതാര രഹസ്യത്തിൻ്റെ സംരക്ഷകനും സൂക്ഷിപ്പുകാരനുമായി യൗസേപ്പിനെയാണ് ദൈവം നിയോഗിച്ചതെന്നാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം എന്ന സഭാപിതാവ് അഭിപ്രായപ്പെടുന്നത്. യൗസേപ്പിതാവിന് നിരവധി പദവി പേരുകൾ ചരിത്രത്തിൽ ലഭിച്ചിട്ടുണ്ട്. തിരുക്കുടുംബ പാലകൻ, തിരുസഭയുടെ സംരക്ഷകൻ, നീതിമാൻ, കുടുംബങ്ങളുടെ സംരക്ഷകൻ, പിശാചിന് ഭയകാരണം മുതലായവ. എന്നാൽ ഇവയേക്കാളൊക്കെ പ്രധാനപ്പെട്ട പദവി പേര് ദാവീദിൻ്റെ പുത്രൻ എന്നാണ്. എന്തുകൊണ്ട്? ദാവീദിൻ്റെ പുത്രനായ ജോസഫ് എന്ന് ബൈബിൾ ജോസഫിനെ വിശേഷിപ്പിക്കുന്നത് മനുഷ്യാവതാര രഹസ്യത്തെയും രക്ഷാകര ചരിത്രത്തെയും സംബന്ധിച്ച് അതീവം പ്രാധാന്യം വഹിക്കുന്നതാണ്. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ നാഥാൻ പ്രവാചകൻ വഴി ദാവീദിന് ദൈവമായ കർത്താവ് നൽകിയ അരുളപ്പാട് ഇപ്രകാരമായിരുന്നു. 2 സാമുവേൽ 7-ാം അധ്യായം 12-13 വാക്യങ്ങൾ: ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തുകയും അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കുകയും ചെയ്യും. അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഇതിനർത്ഥം കന്യകമറിയത്തിൻ്റെ പുത്രനായ യേശു പ്രതീക്ഷിക്കപ്പെട്ട മിശിഹായാണെന്ന് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ അവൻ ദാവീദിൻ്റെ പിൻതലമുറക്കാരനാകുക ആവശ്യമാണ്. യൗസേപ്പിതാവ് വഴിയാണ് ഇത് സാധിക്കുക. കാരണം യൗസേപ്പിതാവ് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ യേശുവിൻ്റെ വംശാവലി വിവരണം ഇത് വ്യക്തമാക്കുന്നുണ്ട്. "490 വർഷത്തിനുള്ളിൽ മിശിഹാ വരുമെന്ന് ദാനിയേൽ പ്രവചിച്ചതിനെ തുടർന്ന് മിശിഹായ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് സജീവമായി. ഈ പ്രത്യാശയുടെ ഭാഗമെന്നോണമാണ് BC 100-ാം ആണ്ടോടെ ബാബിലോണിൽ നിന്ന് ഇസ്രായേൽ ജനം വിശുദ്ധ നാട്ടിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയത്. നൂറ്റാണ്ടുകളായി നസ്രത്ത് ഒരു പ്രാധാന്യവും ഇല്ലാത്ത സ്ഥലമായി ഇതിനകം മാറിയിരുന്നു. മനുഷ്യവാസം തന്നെ അവിടെ അറ്റുപോയിരുന്നു. പക്ഷേ പെട്ടെന്ന് BC 100 ആയപ്പോൾ ദാവീദിൻ്റെ കുലത്തിൽപ്പെട്ടവർ നസ്രത്തിലേക്ക് കുടിയേറാൻ തുടങ്ങി. മിശിഹായുടെ വരവിനെ പറ്റിയുള്ള പ്രവചന നിവൃത്തിക്കുള്ള സമയമായെന്ന തിരിച്ചറിവായിരുന്നു അതിന് കാരണം. മിശിഹാ വരുമ്പോൾ ദാവീദിൻ്റെ വംശത്തിൽ നിന്നായിരിക്കുമെന്ന് ഉള്ള പഴയ നിയമം വെളിപ്പെടുത്തൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ദൈവമാണ് യേശുവിൻ്റെ യഥാർത്ഥ പിതാവെങ്കിലും മനുഷ്യാവതാരത്തോടെ നിയമപ്രകാരം യൗസേപ്പിൻ്റെ മകൻ എന്നവിടുന്ന് അറിയപ്പെട്ടു. ദിവ്യശിശുവിന് പേരിടുന്ന കാര്യം യൗസേപ്പിനെ ദൈവദൂതൻ ഭരമേൽപ്പിക്കുന്നത് യൗസേപ്പായിരിക്കും യേശുവിൻ്റെ നിയമപ്രകാരമുള്ള പിതാവെന്ന് കാണിക്കാനാണ്.
പിതാവിന് മാത്രമായിരുന്നു പേരിടുവാനുള്ള അവകാശം. കന്യകമറിയവും യൗസേപ്പ് പിതാവും തമ്മിലുള്ള വിവാഹം തന്നെ മനുഷ്യ അവതാരം മുൻനിർത്തിയുള്ള ദൈവപരിപാലനത്തിൻ്റെ ഭാഗമാണ്. യഹൂദ ആചാരമനുസരിച്ച് വരനും വധുവും ഔദ്യോഗികമായി പരസ്പരം സമ്മതം നൽകുന്നതോടെ അവർ വിവാഹിതരായി തീരുന്നു. അപ്പോൾ മുതൽ നിയമപരമായി അവർ ഭാര്യാഭർത്താക്കന്മാരാണ്. പിന്നീട് ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ വിവാഹമോചനം തന്നെ വേണ്ടി വരുമെന്നുള്ളത് അവരുടെ പരസ്പര സമ്മതം യഥാർത്ഥ വിവാഹമാണെന്ന് വ്യക്തമാക്കുന്നു. ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് വരൻ്റെ കൂടെ താമസിക്കാൻ വധുവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നത്. ഇപ്രകാരം ഒരു വിവാഹം ആയിരുന്നു യോസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും. അത് മാത്രമല്ല, മറിയത്തിൻ്റെ യോസേപ്പിൻ്റെ വിവാഹം കന്യാവ്രതം കാക്കുന്ന നിശ്ചയത്തോടെയുള്ള വിവാഹമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കന്യക മറിയം പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായി കാണപ്പെട്ടത്. തന്മൂലം യോസേപ്പ് പിതാവ് വിവാഹമോചനത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അത് മറിയത്തെ സംശയിച്ചതുകൊണ്ടല്ലെന്നും നിഗൂഢവും ദൈവികവുമായ ഈ മഹാരഹസ്യത്തിൻ്റെ ഭാഗമാകാൻ തനിക്ക് അർഹതയില്ലെന്നുമുള്ള തോന്നൽ മൂലമാണെന്നും ചില ആത്മീയ ജ്ഞാനികളും വിശുദ്ധരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും തൻ്റെ ആലോചന തിരസ്കരിച്ച് ദൈവദൂതൻ്റെ നിർദ്ദേശപ്രകാരം മറിയത്തെ യൗസേപ്പ് സ്വീകരിക്കുകയും തൻ്റെ കൂടെ പാർപ്പിക്കാൻ സന്നദ്ധനാവുകയും ചെയ്തത് മനുഷ്യ അവതാര രഹസ്യത്തിനുള്ള ഒരു മഹത്തായ ശുശ്രൂഷ തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത പ്രവർത്തനത്താൽ കന്യക മറിയത്തിൽ വചനം മാംസമാകുന്നതിന്, ദൈവം മനുഷ്യനായി തീരുന്നതിന് യോസേപ്പ് പിതാവ് ആദരപൂർവം തൻ്റെ അതുല്യ സഹകരണം നൽകുകയായിരുന്നു. താൻ പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായാൽ ഉണ്ടാകാവുന്ന അചിന്തനീയമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടാൻ തയ്യാറായിക്കൊണ്ട് ഗബ്രിയേൽ ദൂതനോട് അതെ എന്ന് കന്യക മറിയം പറഞ്ഞത് മനുഷ്യാവതാര രഹസ്യത്തിന് അനിവാര്യമായ ശുശ്രൂഷയായിരുന്നെങ്കിൽ യോസേപ്പ് പിതാവിൻ്റെ അതേയും അങ്ങനെ തന്നെയായിരുന്നു. യോസേപ്പ് പിതാവിൻ്റെ അതേയും കൂടി ആവശ്യമുണ്ടായിരുന്നു മനുഷ്യ അവതാരം യാഥാർത്ഥ്യമാകാൻ. ദൈവദൂതൻ്റെ നിർദ്ദേശമനുസരിച്ച് യോസേപ്പ് മറിയത്തെ സ്വീകരിച്ചാൽ എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് ഊഹിക്കാമായിരുന്നു. മറിയവും ജോസഫും ഒരുമിച്ചുള്ള താമസം തുടങ്ങിയിട്ടില്ലെന്ന് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വ്യക്തമായി അറിയാം. ആ സ്ഥിതിക്ക് മറിയം ഗർഭിണിയാകുന്നത് ആർക്കും അംഗീകരിക്കാനാവില്ല. യോസേപ്പ് പിതാവ് അസാധാരണ ക്ഷമ കാണിച്ച് മറിയത്തെ സ്വീകരിച്ചാൽ തന്നെയും വീട്ടുകാരും നാട്ടുകാരും വെറുതെ നോക്കിയിരിക്കുകയില്ല. യോസേപ്പ് അങ്ങേയറ്റം അധിക്ഷേപിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യും. യഹൂദ പാരമ്പര്യ ലംഘനത്തിന് കൂട്ടുനിന്നു എന്നാരോപിച്ച് കയ്യേറ്റം ചെയ്യാനും മടിച്ചെന്ന് വരില്ല. യോസേപ്പ് പിതാവിന് അങ്ങേയറ്റം അഭിമാനക്ഷതമേൽക്കും വിധം പരിഹാസങ്ങളും കുത്തുവാക്കുകളും തുടർച്ചയായി കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകും. ഒരിക്കൽ സ്വീകരിച്ചാൽ തന്നെയും ഉപേക്ഷിക്കാനുള്ള സമ്മർദ്ദവും സ്വന്തക്കാരിൽ നിന്നും നിരന്തരമായി വീണ്ടും വീണ്ടും ഉണ്ടായേക്കും. ബന്ധുക്കളും സ്വന്തക്കാരും പോലും തെറ്റിദ്ധരിച്ചതിനാൽ ഗർഭകാലത്ത് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് മറിയത്തിന് തീർച്ചയായും അനിവാര്യമായി കിട്ടേണ്ടിയിരുന്ന സഹായവും കൂട്ടും പിന്തുണയും ലഭിക്കാതെ വന്നത് യോസേപ്പ് പിതാവ് ഒറ്റയ്ക്ക് നികത്തേണ്ടി വന്നു. മിശിഹായുടെ ജനനം ബെത്ലഹേമിലായിരിക്കുമെന്ന മിഖാ പ്രവചന നിവൃത്തിക്കായി പൂർണ്ണഗർഭിണിയായി മറിയത്തെയും കൂട്ടി യോസേപ്പ് ബെത്ലഹേമിലേക്ക് യാത്ര നടത്തിയത് എത്ര ക്ലേശകരമായിരുന്നിരിക്കണം. ഇതെല്ലാം മനുഷ്യ അവതാര രഹസ്യത്തിനുള്ള ജോസഫിൻ്റെ ശുശ്രൂഷയായിരുന്നു. നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് ഏകദേശം 145 കിലോമീറ്റർ ദൂരമുണ്ട്. കുന്നും മലയും കുഴികളും നിറഞ്ഞ ആ വഴിയെ നീങ്ങാൻ 8-9 ദിവസം തന്നെ
വേണ്ടി വന്നു. യാത്രക്കാരെ ഉപദ്രവിക്കുന്ന കൊള്ളക്കാരോടുള്ള ഭയവും കൊടും തണുപ്പും എത്ര വലിയ ദുരിതമാണ് ആ യാത്രയിൽ വരുത്തിയത്. ഗർഭകാലത്തിൻ്റെ അവസാന ദിവസങ്ങളായതിനാൽ മറിയത്തിന് കൂടെ ഉണ്ടായ ഗർഭാരിഷ്ടതകളും ശാരീരിക ക്ലേശങ്ങളും യോസേപ്പ് പിതാവ് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വന്നത് എത്രയേറെ വിഷമമുണ്ടാക്കിയിട്ടുണ്ടാകും. ഇതിനെല്ലാം പുറമെയാണ് പ്രസവത്തിന് സത്രത്തിൽ പോലും ഒരു സ്ഥലം കിട്ടാതെ വന്നതിൻ്റെ ക്ലേശം. ഏറ്റവും രഹസ്യ സ്വഭാവമുണ്ടായിരിക്കേണ്ട പ്രസവത്തിന് ഒരു പുൽത്തൊഴുത്ത് മാത്രമാണ് തൻ്റെ പ്രിയ പത്നിക്ക് വേണ്ടി കണ്ടെത്താൻ യോസേപ്പിന് കഴിഞ്ഞു വന്നത് അദ്ദേഹത്തെ എത്രമാത്രം ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ടാകും. മരം കൂർച്ചും തണുപ്പിൽ പുൽത്തൊട്ടിയിൽ കിടന്ന് വിറകുള്ളുന്ന ദൈവപുത്രന് അല്പം കൂടി മെച്ചപ്പെട്ട ഒരു സൗകര്യമൊരുക്കാൻ പറ്റാത്തതിൽ യോസേപ്പ് പിതാവിൻ്റെ ഹൃദയം എത്രയധികം നേറിയിട്ടുണ്ടാകും. ദിവ്യശിശുവിൻ്റെ ജനനശേഷവും അവർണ്ണനീയമായ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും യോസേപ്പ് നേരിടേണ്ടി വന്നു. ഈജിപ്തിലേക്കുള്ള പലായനം തന്നെ എത്ര ദുഷ്കരമായിരുന്നു. 1600 കിലോമീറ്റർ ദൂരമുള്ള യാത്ര, തിരിച്ച് ഇസ്രായേലിലേക്കുള്ള മടക്കയാത്ര, ഇതിനിടയിൽ ഉണ്ടാകാൻ ഇടയുള്ള ഭയവും ആശങ്കകളും അവ്യക്തതകളും. അങ്ങനെ പോകുന്നു യോസേപ്പ് പിതാവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷ. പ്രിയ സ്നേഹിതരെ, മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ നിർവഹണത്തിനായി വിശുദ്ധ യോസേപ്പ് പിതാവ് അനുഭവിച്ച മാനസികവും ശാരീരികവുമായ തിക്താനുഭവങ്ങൾ എത്രമേൽ രൂക്ഷതരമായിരുന്നു എന്നത് ചിന്തിക്കാൻ പോലും അസാധ്യമല്ലേ. ക്രിസ്മസിന് ഒരുങ്ങുന്ന ഈ വേളയിൽ യോസേപ്പ് പിതാവിനോടുള്ള സ്നേഹവും ഭക്തിയും കൂടുതൽ ഉത്കടമാവാൻ ഈ വിജ്ഞാനം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.